2024 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം കേട്ടോ. ലിമിറ്റ് n ടെൻസ് ടു a x റൈസ് ടു n മൈനസ് a റൈസ് ടു n ഡിവൈഡഡ് ബൈ x മൈനസ് a. ഇതൊരു ലിമിറ്റ് എന്ന പോർഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 മാർക്കിനാണ്. സിമ്പിൾ ആയിട്ട് റിസൾട്ട് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു a റൈസ് ടു n മൈനസ് 1. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ ഈ കൂട്ടത്തിൽ തന്നെ 2024 ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. limit n tends to 2 x raised to n minus 2 raised to n divided by x minus 2 is equal to 32. Find n. ഇതാണ് n tends to 2 x raised to n minus 2 raised to n by x minus 2 is equal to നമുക്ക് റിസൾട്ട് അറിയാലോ. എന്താ? n ഇൻറ്റു 2 raised to n minus 1. അത് 32 എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ഇൻറ്റു 2 റൈസ് ടു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 32. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഈ പവറിൽ കിടക്കുന്ന n നമുക്ക് കണ്ടുപിടിക്കണം. ഈ എന്നും സെയിം ആണ്. ഇവിടെ ഒരു ഇൻറ്റു ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെയ്യേണ്ടത് 32നെ ഫാക്ടറൈസ് ചെയ്യുക യൂസിങ് 2. ഓക്കെ, 2 16 2 8 4 2 2. അപ്പൊ നമുക്ക് 5 2 കിട്ടി അല്ലേ? അപ്പോൾ നമ്മൾ ഈ എന്നിനും ഒരു വാല്യൂ വരണം, ഇവിടെയും സെയിം വാല്യൂ വരണം. ഇപ്പം എന്നിന് ഇത് നമ്മൾ എങ്ങനെയാണ് വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്ത് നോക്കണം. എന്നിന് 1 ആണെങ്കിൽ ഇവിടെ 0 വരും. അപ്പൊ അതല്ല. എന്നിന് 2 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 2 മൈനസ് 1 2. അപ്പൊ എന്നിന് 1 ആണെങ്കിൽ 0 വരും. അതല്ല. എന്നിന് 2 ആണെങ്കിൽ 2 ഇൻറ്റു 2 റൈസ് ടു 2 മൈനസ് 1. ശരിയാവോ? അതായത് 2 ഇൻറ്റു 2 4 ആവുന്നുള്ളൂ. അതല്ല. എന്നിന് 3 ആണെങ്കിലോ 3 ഇൻറ്റു 2 റൈസ് ടു 2. അതിന്റെ വാല്യൂ എത്രയും 3 ഇൻറ്റു 4 12 ആവുള്ളൂ. അതും ശരിയാവില്ല. അപ്പം പിന്നെന്താ ചെയ്യുക? എന്നിന് 4 കൊടുക്കും. 4 ഇൻറ്റു 2 റൈസ് ടു 4 മൈനസ് 1. അത് എത്ര കിട്ടും? 4 ഇൻറ്റു 2 റൈസ് ടു 3. 2 റൈസ് ടു 3 8. ഇവിടെ 4 8 4 32 അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ എന്നിന് എത്രയാണ് നമ്മൾ കൊടുത്തത്? 4. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം 4 ഇൻറ്റു 2 റൈസ് ടു 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു 32. ഹെൻസ് n ഇസ് ഈക്വൽ ടു 4. ഇനി ആ വർഷത്തിൽ തന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. അത് ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ എല്ലാ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് എപ്പിസോഡായിട്ട് ഞാൻ ഇട്ടേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് d by dx of s square plus 1 divided by s square minus 1. ഇതിൽ നമ്മൾ എന്തുപയോഗിക്കും? കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യും കേട്ടോ. d by dx of u by v. ഇത് v ഇൻറ്റു u ഡാഷ് മൈനസ് u ഇൻറ്റു v ഡാഷ് ബൈ v സ്ക്വയർ അല്ലേ? അപ്പൊ u ഡാഷ് v ഡാഷ് കണ്ടുപിടിക്കുക. u ഇസ് ഈക്വൽ ടു s സ്ക്വയർ പ്ലസ് 1. u ഡാഷോ 2x. v ഇസ് ഈക്വൽ ടു s സ്ക്വയർ മൈനസ് 1. v ഡാഷോ 2x അല്ലേ? അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. by dx of s square plus 1 by s square minus 1 is equal to v first. അപ്പം s square minus 1 into ഇതിന്റെ ഡെറിവേറ്റീവ് d by dx of s square plus 1 minus ഇനി ഇത് ഫസ്റ്റ് s square minus 1 into plus 1 into d by dx of s square minus 1 divided by s square minus 1 the whole square. That is s square minus 1 into 2x minus s square plus 1 into 2x divided by s square minus 1 the whole square. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും 2s ക്യൂബ് മൈനസ് 2s സ്ക്വയർ മൈനസ് 2s ക്യൂബ് മൈനസ് 2s സ്ക്വയർ. സോറി 2s സ്ക്വയർ അല്ല, ഇവിടെ എക്സ് ഇവിടെ എക്സ്. 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇതും ക്യാൻസൽ ആയി പോയിട്ട് മൈനസ് 4x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ എൻഡ് റിസൾട്ട്. ഓക്കെ, ഇനി ഇംപ്രൂവ്മെന്റ് 2023 ഇംപ്രൂവ്മെന്റിന്റെ ക്വസ്റ്റ്യൻ. ഇംപ്രൂവ്മെന്റ് ഞാൻ ഇത് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോകാനായിട്ടാണ്. 2023 ഇംപ്രൂവ്മെന്റിന് ചോദിച്ച ലിമിറ്റിലെ ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ. ലിമിറ്റ് x ടെൻസ് ടു 3 x plus 1.
ഇതിനെന്താ സിംപ്ലി ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ടെൻസ് ടു 3. അപ്പോൾ എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുക. അപ്പം 3 + 1 ഈസ് ഈക്വൽ ടു 4. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x square minus 4x plus 3 divided by x minus 3. ലിമിറ്റിന്റെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ വാല്യൂ f(3) കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് f(x) = x square minus 4x plus 3 divided by x minus 3. അപ്പം ഇനി എന്താ ചെയ്യുന്ന പറഞ്ഞാൽ f(3) കണ്ടുപിടിക്കുകയാണ്. f(3) = 3 square minus 4 into 3 plus 3 divided by 3 minus 3. 9 plus 12, 12 minus 12 by 3 minus 3 equals 0 by 0 form. ഇങ്ങനെ ഒരു ഫോമിൽ നമുക്ക് ആൻസർ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ എന്താ ചെയ്യുക? 0 by 0 ഫോമിലെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കണതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഫംഗ്ഷൻ തന്നിട്ടുള്ള f(x)നെ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ അതിന് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ നമ്മൾ ഇങ്ങനെ എഴുതും. സിംപ്ലിഫിക്കേഷൻ എങ്ങനെയാ? x square minus 4x plus 3 divided by x minus 3. അപ്പം ഇത് ഈ ഒരു ഫാക്ടർ വന്നാലും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ x minus 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെട്ടെന്ന് കിട്ടും. x square minus 4x plus 3 divided by x minus 3. അപ്പൊ ഇത് x square പോകണം ഇവിടുന്ന്. അതുകൊണ്ട് നമ്മൾ ഒരു x കൊണ്ട് ഇൻഡു ചെയ്യും. x square minus 3x. ഇനി സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ -x കിട്ടും. പിന്നെ ഉള്ളത് താഴെ ഒരു 3. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാം? ഒരു എക്സ് വേണം. എക്സ് ഇവിടെയുണ്ട് എക്സ്. ഒരു -1 കൊണ്ട് ഇൻഡു ചെയ്യുമ്പോഴത്തേക്ക് ഇത് പോകും. അപ്പം -1 -x plus 3 0. അപ്പോൾ അതിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടും. = x minus 3 into x minus 1 divided by x minus 3. ഇതും കട്ടായിട്ട് നമുക്ക് ആൻസർ x minus 1 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഇനി ഇത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണ്ടേ? ലിമിറ്റ് x ടെൻസ് ടു 0, അതായത് x square minus 4x plus 3 divided by x minus 3 is equal to 12 minus 12 divided by 3 minus 3 equals 0 by 0 ഫോം കിട്ടി. ഇതുണ്ടായിരിക്കണം ആൻസറിൽ. ഫസ്റ്റ് ആൻസറിൽ 0 by 0 ഫോം ഒന്ന് പ്രൂവ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ സിംപ്ലിഫിക്കേഷനിൽ പോകണം. പിന്നെ നിങ്ങൾ എഴുതേണ്ടുന്നത് ഇതാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ലിമിറ്റ് ന്യൂ ഫംഗ്ഷൻ എങ്ങനെയാണ്? ലിമിറ്റ് x ടെൻസ് ടു 3 x minus 1 that is equal to 3 minus 1 equals 2. ഇതാണ് നമ്മുടെ ആൻസർ, ലിമിറ്റ് കിട്ടിയത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് d by dx of 1 minus sin x divided by 1 plus sin x. ഇതിൽ നമ്മൾ എന്താ ചെയ്യുക? u v substitution, u by v differentiation means derivative of u quotient form. ഓക്കെ. quotient form അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. ഏതാ? v 1 plus sin x into d by dx of 1 minus sin x minus 1 minus sin x into d by dx of 1 plus sin x the whole thing divided by 1 plus sin x the whole square. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതുക. ഇത് അതേപോലെ തന്നെ എഴുതുക. 1 plus sin x is equal to 1 plus sin x into sin x ന്റെ ഡെറിവേറ്റീവ് cos x മൈനസ് sin x ഇത് 0 ആവും. മൈനസ് sin x ന്റെ ഡെറിവേറ്റീവ് മൈനസ് cos x ആണല്ലോ. ഇനി മൈനസ് 1 മൈനസ് sin x into ഇവിടെ പറഞ്ഞത് cos x divided by 1 plus sin x the whole square. ഓപ്പൺ ചെയ്യുമ്പോഴോ മൈനസ് cos x മൈനസ് sin x cos x മൈനസ് ഉണ്ട്, ഈ cos x ഉണ്ട്. അപ്പം മൈനസ് cos x മൈനസ് ഈ മൈനസും കൂടെ പ്ലസ് ആവും sin x cos x ഡിവൈഡഡ് ബൈ 1 പ്ലസ് sin x the whole square. ഇനി എന്താ പോകുന്നത്? ഇതും പോകും. പിന്നെ മൈനസ് cos x മൈനസ് cos x കൂടെ മൈനസ് 2 cos x divided by 1 plus sin x the whole square. ഇതിങ്ങനെ ഇട്ട് ലീവ് ചെയ്താൽ മതി. ഓക്കെ.